കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമാസക്തിയും സിന്തറ്റിക് ലഹരി ഉപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ മുൻപ് ധ്യാൻ ശ്രീനിവാസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാകുന്നു. സിന്തറ്റിക് ലഹരി ഉപയോഗത്തിൽ നിന്ന് തിരിച്ചുപിടിച്ച ജീവിതത്തെക്കുറിച്ച് ധ്യാൻ നടത്തിയ തുറന്നുപറച്ചിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഒറ്റയ്ക്കിരുന്നുള്ള ലഹരി ഉപയോഗം ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിനെ അടിമകളായി മാറുന്നത്. ജീവിതം അവിടെ തീരും, ധ്യാൻ പറയുന്നു. തുടർച്ചയായി സിനിമ ചെയ്താണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതെന്നും അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ലെന്നും ധ്യാൻ പറയുകയാണ്. ഞാനൊരു സെലിബ്രിറ്റി കിഡ് ആയിരുന്നല്ലോ, നെപ്പോ കിങ് എന്നൊക്കെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു സമയത്ത് ഞാൻ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വേറെ പണിയൊന്നുമില്ല, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. ലവ് ആക്ഷൻ ഡ്രാമയിലെ നിവിൻ പോളിയുടെ കഥാപാത്രം പോലെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മാസങ്ങളോളം വീട്ടിലിരുന്ന് മദ്യപിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രണയമുണ്ടായിരുന്നു. മദ്യപിച്ചിട്ടാണെങ്കിലും വീട്ടിൽ പോകും. അമ്മ എന്നെ ചീത്ത വിളിക്കും. മൊത്തത്തിൽ യൂസ്ലെസ് ആയിരുന്നു ഞാൻ. സിനിമയിൽ നിവിൻ നയൻതാരയോട് പറയുന്നൊരു ഡയലോഗുണ്ട്, വീട്ടിൽ അച്ഛൻ കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ പൈസയൊക്കെ ആരെങ്കിലും ചെലവാക്കണ്ടേ? ഞാൻ എന്നും വീട്ടിൽ താങ്ങും തണലുമായി ഉണ്ടാകും. ഇത് ഞാൻ എൻ്റെ കാമുകിയോടെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിച്ചതിനു ശേഷമാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നത്. കല്യാണത്തിന് തലേദിവസം വരെ ഞാൻ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 9 മണിക്ക് മദ്യപിച്ച് ചീട്ടുകളിയാണ്. പിറ്റേ ദിവസം കണ്ണൂരിലാണ് കല്യാണം. ഇത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമുള്ള കഥയാണ്. 2017 ഉച്ചയ്ക്ക് തുടങ്ങിയ അടിയാണ്. കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് എന്ത് കല്യാണം, രാവിലെ പോകാം എന്നാണ് ഇവന്മാർ പറയുന്നത്. ഈ സമയത്ത് മാമന്മാരും അമ്മയും കല്യാണ പെണ്ണുമൊക്കെ വിളിക്കുന്നുണ്ട്. അവിടുന്ന് ആരോ പറഞ്ഞു പോലും വരുന്നുണ്ടെൽ ഇനിയും വരട്ടെ പണ്ടാരമെന്ന്. അർപ്പിത അവസാനം വിളിച്ചു ചോദിച്ചു വരുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു വരാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ചിലപ്പോൾ വരുന്നില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് മദ്യപാനം നിർത്താൻ തന്നെ തീരുമാനിച്ചത്. കൂട്ടത്തിൽ ബോധമുള്ള ഒരുത്തൻ പറഞ്ഞു പോകാമെന്ന്. അങ്ങനെയാണ് പോകാൻ തന്നെ തയ്യാറായത്. ഒരു ചടങ്ങിനപ്പുറം വിവാഹം ഒരു സംഭവമേ അല്ല. 14 വർഷത്തെ ബന്ധമാണ് എന്റെയും അർപ്പിതയുടെയും. 5-6 വർഷം സുഹൃത്തുക്കളായി, 8 വർഷം പ്രണയിച്ചു. അതുകൊണ്ട് ഇതൊരു ചടങ്ങ് മാത്രമായിരുന്നു എനിക്ക്. പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും വിവാഹം. കൂട്ടത്തിലെ ആ ബോധമുള്ള ഒരുത്തൻ വണ്ടിയോടിച്ച് വളരെ സുരക്ഷിതമായി എന്നെ വിവാഹപ്പന്തലിൽ എത്തിച്ചു. 3 മണിക്ക് അവിടെ എത്തുന്നു, അവിടെയും മദ്യപാനം. 6 മണിക്ക് കുളിക്കുന്നു. 7 മണിക്ക് അജു വരുന്നു, വീണ്ടും മദ്യപാനം. 9:30 കല്യാണത്തിന് പോകാൻ റെഡിയാകുമ്പോൾ മൊത്തത്തിൽ പിങ്ക് കളർ സെറ്റപ്പ്. ഒരു കളർ സെൻസുമില്ലാത്ത ആളുകൾ എന്നൊക്കെ ഞാൻ പരാതി പറയുന്നുണ്ട്. അങ്ങനെ പന്തലിലെത്തി. എന്നേക്കാൾ മുമ്പ് എല്ലാവരും വന്നിരിപ്പുണ്ട്. മന്ത്രിമാരോ ആരൊക്കെയോ ഉണ്ട്. കണ്ണൂരാണല്ലോ കല്യാണം. ഇത്രയും യൂസ്ലെസ് ആയ എന്റെ കല്യാണത്തിന് ഇവരൊക്കെ എന്തിനു വന്നു എന്നാണ് എന്റെ ചിന്ത. ശ്രീനിവാസന്റെ മകനാണെന്ന കാര്യം ഇടയ്ക്ക് മറന്നുപോകും. എന്റെ കല്യാണത്തിന് വന്നതല്ല, ശ്രീനിവാസന്റെ മകന്റെ വിവാഹത്തിന് വന്ന ആളുകളാണ് അവരൊക്കെ. ഇന്റർകാസ്റ്റ് വിവാഹമാണല്ലോ, വലിയ ചടങ്ങുകളൊന്നുമില്ല. അച്ഛൻ പന്തലിൽ കയറി ആദ്യ അനൗൺസ്മെന്റ്. എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിലേക്ക് വരിക. അതിനപ്പുറം അങ്ങനെ താലി കെട്ടുന്നു, സദ്യയിലേക്ക് കടക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ മീൻകറിയും ചിക്കനും ഇല്ലാതെ ഒരു പരിപാടിയുമില്ല. നോക്കുമ്പോൾ ഓർഗാനിക് സദ്യ, നല്ല ഭക്ഷണം തന്നെയായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ പിടിവിട്ടു. ഞാൻ പോകുവാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പ്രശ്നമുണ്ടാക്കി. പക്ഷെ അവരൊക്കെ നിർബന്ധിച്ച് സദ്യ കഴിപ്പിച്ചു. പിന്നീട് നോക്കുമ്പോൾ എനിക്ക് പോകാൻ പൂ ഒട്ടിച്ച കാർ. ഞാൻ വരുമ്പോൾ ഈ പൂവില്ലായിരുന്നുവെന്ന് അമ്മയോട് പറഞ്ഞു. അതാണ് അതിൻ്റെ രീതിയെന്ന് അമ്മ പറഞ്ഞു. പൂ പറിച്ചു കളയാൻ ഞാൻ നിർബന്ധം പിടിച്ചു. അങ്ങനെ ആ കാറിൽ എറണാകുളത്തെത്തി. അന്ന് രാത്രിയും ചീട്ടുകളി. അതായിരുന്നു എൻ്റെ കല്യാണം. ഞാൻ വിവാഹം കഴിച്ചു തന്നെ വീട്ടുകാർക്ക് വലിയ കാര്യമായിരുന്നു. ഇതിലും അപ്പുറത്തെ കളി കളിച്ചിട്ടുണ്ട്. ഞാൻ നശിച്ചു പോകുമെന്നാണ് എൻ്റെ കുടുംബം മൊത്തം വിചാരിച്ചിരുന്നത്. അച്ഛൻ വീട്ടിൽ നിറക്കി വിടുന്നു. അദ്ദേഹത്തിന് അസുഖമുണ്ടാകുന്നു. ഒരു സിനിമാറ്റിക് ജീവിതമായിരുന്നു എൻ്റേത്. 2013 ശേഷം മദ്യപാനം കുറച്ചിരുന്നു. മദ്യപിച്ച് അച്ഛനെ ചീത്ത വിളിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്.